നമസ്കാരം. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭവും വികാസവും പരിണാമവും നമുക്ക് പഠിക്കാം. PSC ചോദ്യങ്ങളിലായാലും HSA മലയാളം, KTET, സെറ്റ് തുടങ്ങിയ പരീക്ഷകളിലൊക്കെ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഈ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. ചോദ്യോത്തര രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. പൂർണ്ണമായി മലയാളത്തിൽ അച്ചടിച്ച ആദ്യ കൃതി ഏതാണ്? സംക്ഷേപവേദാർത്ഥം. സംക്ഷേപവേദാർത്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഫാദർ ക്ലെമന്റ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഫാദർ ക്ലെമന്റ് ഓഫ് ജീസസ് എന്നാണ്. അദ്ദേഹം ഇറ്റലിക്കാരനാണ്. സംക്ഷേപവേദാർത്ഥം അച്ചടിച്ചത് 1772 റോമിലെ ബഹുഭാഷാ മുദ്രണാലയത്തിലാണ്. ക്ലെമന്റ് ഫാദർ കേരളത്തിലെത്തിയത് 1757 വാരാപ്പുഴയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിച്ച മലയാള ഗ്രന്ഥം ഏതാണ്? ബൈബിൾ വിവർത്തനമാണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിച്ച മലയാള ഗ്രന്ഥം. 1811 ബോംബെ കൊറിയർ പ്രസ്സിലാണ് ബൈബിൾ വിവർത്തനം അച്ചടിച്ചത്. ബോംബെ കൊറിയർ പ്രസ് ആരംഭിച്ചത് 1791 അടുത്ത ചോദ്യം. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച് കാണുന്ന മലയാള ഗ്രന്ഥം ഏത്? ഹോർത്തൂസ് ഇൻഡിക്കസ് മലബാറിക്കസ്. ഹോർത്തൂസ് ഇൻഡിക്കസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? കേരളാരാമം. കേരളാരാമത്തിൻ്റെ പ്രസാധകൻ ഹെൻറിക്കം വാൻഡിഡാണ്. ഹോർത്തൂസ് ഇൻഡിക്കസ് മലബാറിക്കസിൻ്റെ രചനയിൽ ഹെൻറിക്കം വാൻഡിഡിനെ സഹായിച്ചവർ ഇട്ടി അച്യുതൻ, വിനായക പണ്ഡിതൻ, അപ്പു ഭട്ട്, രംഗഭട്ട് തുടങ്ങിയവരാണ്. ഹോളണ്ടിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ സസ്യവിജ്ഞാനീയ ഗ്രന്ഥമാണ് ഇത്. സസ്യങ്ങളുടെ പേരുകൾ ലത്തീൻ, അറബി, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിലൂടെയാണ് മലയാള ലിപി ഒന്നാമതായി മുദ്രണത്തിലൂടെ പുറത്തുവന്നത്. 500 പുറങ്ങൾ വീതമുള്ള 12 വാല്യങ്ങളുള്ള ഈ പുസ്തകത്തിൽ 794 ചിത്രങ്ങളുണ്ട്. ഇറ്റലിക്കാരനായ ഫാദർ മാത്യൂസ് ആണ് ഈ ചിത്രങ്ങൾ വരച്ചത്. മലയാള അച്ചടിയുടെ പ്രതിഷ്ഠാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ബെഞ്ചമിൻ ബെയ്ലിക്കു ശേഷം മലയാള ലിപി പരിഷ്കരണം നടത്തിയ പണ്ഡിതൻ ആര്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മലയാളത്തിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ബെഞ്ചമിൻ ബെയ്ലി തൻ്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആർക്കാണ് സമർപ്പിച്ചത്? സ്വാതി തിരുനാളിന്. കേരളത്തിലെ ആദ്യത്തെ വാർത്താപത്രിക ഏതാണ്? ജ്ഞാനനിക്ഷേപം മാസിക. 1848 നവംബറിലാണ് പുറത്തിറങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല എവിടെയാണ് സ്ഥാപിച്ചത്? CMS പ്രസ്, കോട്ടയം. സ്വദേശികൾ മലയാളത്തിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ അച്ചുകൂടം ഏതാണ്? കേരളവിലാസം അച്ചുകൂടം. ഭാഷയിലെ 14ാമത്തെ പത്രമായ കേരള ചന്ദ്രികയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തിറക്കിയ 1ാമത്തെ പത്രം. 1879 P. ഗോവിന്ദപിള്ളയുടെ പത്രാധിപത്യത്തിൽ കേരളവിലാസം പ്രസ്സിൽ നിന്നാണ് ഇത് പുറപ്പെട്ടത്. കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ ആദ്യ ലേഖനം കേരള ചന്ദ്രികയിലാണ് പ്രസിദ്ധീകരിച്ചത്. കേരള വിലാസത്തിലാണ് മഹച്ചരിത സംഗ്രഹം അച്ചടിച്ചത്. കേരള വിലാസം അച്ചുകൂടത്തിൽ നിന്ന് P. ഗോവിന്ദപിള്ളയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് പത്രമാണ് കേരള പേട്രിയറ്റ്.
ദേവനാഗരി ലിപിയിലുള്ള അച്ചടി കേരളത്തിൽ ആരംഭിച്ച പ്രസ് ഏതാണ്? കേരള കൽപദ്രുമം. ഭാഷാകൗമുദി, മിതഭാഷിണി, കേരളീയ വ്യവസായ മിത്രം, സുബോധിനി, വിദ്യാഭിവർദ്ധിനി, സംഘമിത്ര തുടങ്ങിയ മാസികകൾ അച്ചടിച്ച പ്രസ് ഏതാണ്? വിദ്യാവർദ്ധിനി എന്ന പ്രസ്സാണ്. കണ്ണശ്ശരാമായണത്തിലെ ഏതാനും ഖണ്ഡങ്ങൾ ആദ്യമായി പ്രകാശനം ചെയ്ത പ്രസ് ഏതാണ്? മനോരമ കമ്പനി. പി ശങ്കരൻ നമ്പ്യാരുടെ സാഹിത്യചരിത്രം പ്രസിദ്ധീകരിച്ച പ്രസ് ഏതാണ്? വാണി കളേബരം. സുബ്ബയ്യ തെയ്യാട്ടുറെഡ്ഡിയാർ ആരംഭിച്ച അച്ചുകൂടമേത്? SD റെഡ്ഡിയാർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. 1886 ആഗസ്റ്റ് 8 കൊല്ലത്ത് വിദ്യാവർദ്ധിനി. 72 ആട്ടക്കഥകൾ, 32 തുള്ളൽ കൃതികൾ എന്നിങ്ങനെയുള്ള കൃതികളുടെ ശേഖരം വിദ്യാവർദ്ധിനിയിൽ നിന്നും പുറത്തിറങ്ങിയവയാണ്. മനോരമ കമ്പനി അച്ചടിച്ച് പുറത്തിറക്കിയ നാടകങ്ങൾ ഏവ? ഗംഗാവതരണം, കവി സഭാരഞ്ജനം, ഇബ്രാഹിക്കുട്ടി നാടകം തുടങ്ങിയവ. കേരളത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി നൽകാൻ ആരംഭിച്ച കേരള പത്രിക പത്രത്തിന്റെ പത്രാധിപർ ആര്? ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. മലയാള മനോരമ പത്രത്തിന് ആ പേരു നൽകിയത് ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പുസ്തകം ആരെഴുതിയതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പത്രപ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാണ് ഈ പുസ്തകം. മംഗളോദയം പ്രസിന്റെ ആദ്യ പേര് എന്താണ്? കേരള കൽപദ്രുമം. കേരളത്തിലെ പ്രഥമ സാഹിത്യ മാസിക ഏതാണ്? വിദ്യാവിലാസിനി. അഭിജ്ഞാന ശാകുന്തളം പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? വിദ്യാവിലാസിനി. പി ഗോവിന്ദപിള്ളയുടെ ഭാഷാചരിത്രം പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? വിദ്യാവിലാസിനി. കേരളവിലാസം അച്ചുകൂടത്തിൽ നിന്നാണ് ഈ മാസിക പുറത്തിറങ്ങിയത്. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. 1847 ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങി. പശ്ചിമോദയം മാസിക 1848 പുറത്തിറങ്ങിയത്. അതും ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിലാണ്. മലയാളത്തിലെ ആദ്യത്തെ വിദ്യാലയ പ്രസിദ്ധീകരണം വിദ്യാസംഗ്രഹം. കേരളത്തിലെ ആദ്യത്തെ ദ്വിഭാഷാ പത്രമാണിത്. 1864 കോട്ടയത്ത് നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. വിദ്യാസംഗ്രഹത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണ്? ജോർജ് മാത്തൻ. മലയാളത്തിൽ ആദ്യം നിരോധിക്കപ്പെട്ട പത്രം ഏതാണ്? 1967 സന്ദിഷ്ടവാദി. മലയാളത്തിലെ രണ്ടാമത്തെ സാഹിത്യ മാസിക ഏതാണ്? വിദ്യാവിനോദിനി. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ രചനകൾ പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? വിദ്യാവിനോദിനി. നല്ല ഭാഷ, തേങ്ങാക്കുല, തുപ്പൽ കോളാമ്പി, നേത്രം, തലരോമം തുടങ്ങിയവയൊക്കെ. ARന്റെ മലയവിലാസം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? വിദ്യാവിനോദിനി. KC കേശവപിള്ളയുടെ ആസന്ന മരണ ചിന്താശതകം ഏതു മാസികയിലാണ് ആദ്യമായി അച്ചടിച്ചു വന്നത്? വിദ്യാവിനോദിനി മാസികയിൽ. അപ്പൻ തമ്പുരാൻ ആരംഭിച്ച രസികരഞ്ജിനിയുടെ പത്രാധിപർ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ.